ഒരുവിധം കണ്ടന്റ് ഒക്കെ ഞാൻ കട്ടതാണ് ബേസിക്കലി. കക്ക എന്ന് പറയാൻ അത് ഇംപ്രൂവൈസ് ചെയ്യുക എന്ന് വേണം പറയാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൊക്കോ വൈബ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജിന്റെ ഫൗണ്ടറും അതിന്റെ ആക്ടറും എല്ലാമായിട്ടുള്ള സൗമ്യക്കാണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. സംതിങ് യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടായാൽ നമ്മൾ ഷുവർ ആയിട്ട് ഇറങ്ങും. അതാണ് ചിലപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴായിട്ട് പലരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രോബബ്ലി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. ഇവന്ന് പറയാനൊക്കെ ഉള്ളൊരു റീസൺ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു എന്നെ പോലെയുള്ള ഒരുപാട് മലയാളീസിനൊക്കെ ആഗ്രഹമുള്ളതാണ് സിനിമ. എനിക്കൊരു സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ കയറാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചി പോവുക, ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാമെന്ന് വിചാരിക്കും. അങ്ങനെ കുറേ ഓഡീഷനിൽ പോകുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് എനിക്ക് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, സംസാരിക്കുന്നത്, പരിചയപ്പെടുന്നത്. പിന്നീട് ആക്ച്വലി ആ പ്രൊജക്റ്റ് നടന്നൊന്നുമില്ലെങ്കിലും എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി. ആൻഡ് എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ആൻഡപ്പൻ ടോക്കീസിലേക്ക് ഇവൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സിനിമ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാനതൊക്കെ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷെ ഇവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവൻ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ചാനലിൽ ഇപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിനെയൊക്കെ ഒരു റീൽ ഫോർമാറ്റിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മച്ചാനാണ്. ഞാൻ ഇന്ന് ഇവനെ കൊണ്ടുവരാൻ വേറൊരു റീസണും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പേര് എനിക്ക് അയച്ചു തന്നിട്ട് ഇവർ കൊള്ളാം, ഇവരുടെ പോഡ്കാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്ന ഇങ്ങോട്ടൊരു സജഷൻ വന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴോ സംസാരത്തിനിടയിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ കൊണ്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും നിന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു നിമിത്തമായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് ഇത്രയൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കൊക്കോ വൈബ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജിൻ്റെ ഫൗണ്ടറും അതിൻ്റെ ആക്ടറും എല്ലാമായിട്ടുള്ള സൗമ്യക്കാണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. മച്ചാനെ, വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. താങ്ക് യു. എന്ത് പറയുന്നത്? സുഖം? കുഴപ്പമില്ല, അങ്ങനെ പോകണു. എനിക്ക് തോന്നുന്നു 6 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് സിനിമ, ഇന്ന് സിനിമ. സിനിമയ്ക്ക് മാറ്റില്ല. ഓക്കെ, എന്നാലും ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സമയത്തുനിന്ന് ഈ സമയം വരെ എത്തുമ്പോഴേക്കും ഏകദേശം ഞാൻ കാണുമ്പോൾ 6 വർഷമായി. 6 വർഷത്തിനടുത്തായി അല്ലേ? അപ്പം അതിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ? എന്താ കുറെ പരാജയങ്ങൾ, അതുകൊണ്ട് പറയാം. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡായിരിക്കും കുറച്ചും കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് തോന്നുന്നു. കാരണം എനിക്ക് നിന്നെ നീ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് കൊക്കോ വൈബ്സിലേക്കൊക്കെ എത്തുന്നത്? എനിക്കറിയാം, പക്ഷെ എന്നാലും കൊക്കോ വൈബ്സ് ഇപ്പൊ നീ പറഞ്ഞ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുത്തന്റെ വീടിന്റെ അടുത്തുള്ളായിരുന്നു. അപ്പൊ അവനും ഞാനും കൂടിയിട്ട് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, സിനിമ ഓക്കെ അവിടെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ദൂരെ സ്വപ്നോടെ കിടക്കേണ്ട ഒരു ദൂരെയുള്ള ഒരു വിഷനായിട്ട്. പക്ഷെ ഇതിലേക്ക് എങ്ങനെ എത്താന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഈ കരിക്കൊക്കെ വന്ന് ഭയങ്കര ട്രെൻഡായി, ഹിറ്റായ സമയമായിരുന്നു. ആ സമയത്താണെങ്കിൽ മറ്റേ 2019 സമയത്തൊക്കെ ഞങ്ങള് വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് പറ്റും, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനും അരുണും രോഹിത്തും പിന്നെ ഓസ്റ്റിൻ പിന്നെ എന്റെ കസിൻ അക്ഷയ് ഇവരൊക്കെ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ്. അവിടുന്ന് പിന്നെ ഇങ്ങനെ എത്തി, അങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനന്ന് നിന്നോട് ചോദിക്കണം വിചാരിച്ചു, എന്താ ഈ കൊക്കോ വൈബ്സ് എന്ന് പേരിടാൻ കാരണം? കൊക്കോ വൈബ്സ് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇംഗ്ലീഷ് സിനിമയിൽ കൊക്കോ ഇതിലുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ പടം ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ ഇതിന് വേണം എന്നുള്ള സമയത്ത് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പടം കണ്ടപ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ, എന്താ പറയാ, നമ്മള് മരിച്ചു പോയതിനു ശേഷം നമ്മളെ റിമെമ്പർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആ പടത്തിന്റെ മൊത്തം ഒരു കോൺസെപ്റ്റ് അതാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതില് ആ മെയിൻ ക്യാരക്ടർ വെച്ചതാണ്. ആ ഓർമ്മ എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഒരു നമുക്ക് എക്സൈറ്റ് ആവില്ല, ഒരു ഫിലിം നമ്മളെ എക്സൈറ്റ് ആക്കില്ലേ. അപ്പൊ അങ്ങനെ ഓക്കെ, ഇത് സംതിങ് എന്തോ എനിക്ക് നമ്മൾക്കും ഇതാണുള്ള ആഗ്രഹം. നമ്മളൊരു സിനിമ ഇപ്പൊ നമ്മൾ ജീവിച്ചു മരിച്ചതിന് ശേഷം ആൾക്കാർ മറക്കുന്ന ഒരു സിനിമ ചെയ്തതിനേക്കാളും നമ്മളിത് എവർഗ്രീൻ ആയിട്ട് നിൽക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സമയത്ത് ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, അതായത് വീഡിയോ ഓഡിയോ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലും അത് ജീവിച്ചുകൊണ്ടേയിരിക്കും, അത് അവിടെ കിടക്കണ്ടാവും.
അപ്പോൾ ആൾക്കാർക്ക് പിന്നീടാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ വേറൊരു തലമുറയായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അതവിടെ ഇങ്ങനെ ലൈവായിട്ട് ഇരിക്കുന്നുണ്ടാവുന്നതാണ്. ഓക്കെ, എന്നാലും ഞാൻ ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നമുക്കൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ചും കൂടി ഈസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരാം, അവരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. എന്നാൽ ഷോർട്സിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള സ്റ്റോറീസ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ സംസാരിക്കണതാണല്ലോ എന്നുള്ള സാധനം കൊണ്ടുവരാൻ പറ്റണേ? ബേസിക്കലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള പരാതിയാണ്. സമയം കുറവാണെന്നാണോ? അല്ലല്ല, ഞാൻ എല്ലാം കണ്ടന്റ് ആക്കുന്നത്. അപ്പൊ ഞാൻ അതൊരു കണ്ടന്റ് ആക്കി, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ജീവിച്ചു പോണ സമയത്ത് ചില ഡയലോഗ് അല്ലെങ്കിൽ ഒരു മൊമെന്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു റിയാക്ഷൻ, ഇതൊക്കെയാണല്ലോ ഇതിനൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു ഈ സിനിമാക്കാര് മറ്റാൾക്കാരെ കാണുന്ന രീതി കുറച്ച് വ്യത്യാസമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒബ്സർവേഷനേക്കാളും എല്ലാം ഒരു സിനിമാറ്റിക് ആണ് അവർക്ക്. ലൈക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മഴ പെയ്യുന്നുണ്ട്, ചായ വെക്കുകയാണെങ്കിൽ പല ഷോട്ടുകളായിട്ട് കാണാം. മഴയുടെ ഒരു ഷോട്ട്, ഈ ഓടിന്റെ വീഴുന്ന വെള്ളം വീഴുന്ന ഒരു ഷോട്ട്, പിന്നെ ചായയുടെ പോകുന്ന പുക, പിന്നെ ഇയാളുടെ റിയാക്ഷൻ, ആ ചായ സിപ്പ് എടുക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ മൈൻഡിൽ കൂടെ വയറിംഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിരിച്ചു വേറൊന്നുമില്ലടാ സമയം, ചിരി അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പം അവനും ഈ ഡയറക്ഷനും സംഭവങ്ങളാണ്. അപ്പം ഞങ്ങൾ ഒരു തവണ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓടി ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്, ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇത് കൊള്ളാട്ടോ, നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവസാനം അത് ഞങ്ങൾ ഒളിഞ്ഞിരുന്നതാണ്, പക്ഷെ പെട്ടുപോയി. അത് ആ ഒരു സാധനം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. അതാണ്. അപ്പോൾ ആ ഒരു നമ്മളില്ല, നമ്മളെ ജീവിതത്തിലുള്ള മൊമെന്റ്സിനെ നമ്മൾ അങ്ങനെ സിനിമാറ്റിക് ആക്കുമ്പോൾ ഇതിലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കണ്ടൂ. അപ്പൊ നമുക്കിത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ട്രിക്ക് പഠിക്കുകയാണെങ്കിൽ പിന്നെ അത് ഈസിയാ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് ലോങ് സ്റ്റോറീസിന്റെ ഒരു വേറെ രീതിയിൽ ട്രിക്കാണ്, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതിന് ചെറുതാണെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ആക്ച്വലി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം, അതിന് ബാക്ക് സ്റ്റോറി ഒന്നും പറയണ്ട, അതിന് ശേഷം എന്താണെന്നും പറയണ്ട. ആ ഒരു ഗ്യാപ്പിലുള്ള മിനിറ്റ് മാത്രം സംസാരിക്കുക. അത് സംസാരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ്. പിന്നെ അതിന് ഒരു ബ്യൂട്ടി, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഇൻപുട്ടാണുള്ളത്. ഇപ്പൊ ഏകദേശം എനിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഒരു 5-6 വർഷമായി അല്ലേ? 5-6 വർഷമായിട്ടുണ്ട്. യൂട്യൂബില് 40K മേളിലടിച്ചു അല്ലുണ്ട്. അത് പക്ഷെ കുറെ പ്രശ്നങ്ങൾ പറ്റി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല യൂട്യൂബിൽ. അതാണ് പറഞ്ഞ പരാജയങ്ങള്. ഇൻസ്റ്റയിൽ ഇപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി റെസ്പോൺസ് കിട്ടും. നമുക്ക് ഈ ബോധോദയം ഉണ്ടാവുന്ന പറയില്ല, നമ്മൾ ചെയ്തിട്ട് അതാണ് ചിലപ്പോ 25 വയസ്സാവും, ചിലപ്പോ 28 വയസ്സാവും അങ്ങനെ. അപ്പൊ ഇത് ഈ ഒരു ബോധോദയത്തിന്റെ പുറത്താണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി രണ്ടാമത് നമ്മൾ ചെയ്തിരുന്നതും മുന്നേ ചെയ്തിരുന്നതും ആലോചിച്ചിരുന്നതായിട്ടുള്ള ത്രെഡുകളുടെയൊക്കെ ഡ്രോബാക്സും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. ആ ഒരു ഈ എന്താ പറയാ ഒരു പൈങ്കിളി കാലഘട്ടം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയില്. പക്ഷെ അതിന് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് വേറെ ബ്യൂട്ടി ഉണ്ട്. അല്ല, അത് എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റേഷനിൽ കുറച്ച് മാറ്റം വന്നത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൈങ്കിളി കാണിച്ചുകൊണ്ടിരുന്നതൊന്ന് മാറി. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ഇപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ കാണിക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം തോന്നുന്നുണ്ട്. പിന്നെ ഡയലോഗിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നല്ലോ. അപ്പൊ അതിപ്പോ എവല്യൂഷൻ സംഭവിക്കുന്നതാണെന്നോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അതേപോലെ നമുക്കും എനിക്കും പേഴ്സണലി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിനുശേഷം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇതിങ്ങനെ എത്തി. ഓക്കെ. ഇപ്പൊ എന്നാലും ഞാൻ ഇപ്പൊ എനിക്കറിയാം കരിക്കാണ് ഇപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് മലയാളീസിന്റെ ഇടയിൽ ആദ്യം ഓടി വരുന്നു. സോ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൊക്കോ വൈബ്സിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വരും, അല്ലെങ്കിൽ പിന്നെ ഓക്കെ ഇവരൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്, അപ്പൊ എങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? ഇല്ല, കരിക്കിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ കരിക്ക് അതെനിക്ക് ചെയ്യാൻ കഴിയില്ല ആക്ച്വലി. കരിക്ക് ഭയങ്കര സ്ലാബ് സ്റ്റിക്കും വേറെ രീതിയാണ്. ഇപ്പൊ ഒരു മാറി മുന്നത്തെ, ഇപ്പൊ ഒരു കുറച്ചും കൂടിയും ഡ്രാമ ബേസ്ഡ് ആണ്. അപ്പൊ എനിക്ക് ആ സ്ലാബ് സ്റ്റിക്ക് എന്നെ കൊണ്ട് കഴിയൂല. ഞങ്ങൾ ട്രൈ ചെയ്തതാണ്, ഫെയിൽഡ് ആയതാണ്. അതൊരു പ്രത്യേകത ആക്ടിങ് ആണുള്ളത്. നമ്മളുടെ ഓൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് കോമഡി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയാന്ന് പറയണത് അത് ഒരു കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ചിരി, ഇങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ നമ്മൾ ആ വഴിക്ക് പോവാതിരിക്കുക നല്ലതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് എന്താ പറ്റുക, നമുക്ക് പറ്റുന്ന പരിപാടികൾ ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതൊന്ന് 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ട്രാക്ക് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഇതൊന്ന് നമുക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. സിനിമയിലേക്ക് വരുമ്പോ എനിക്ക് എല്ലാം ട്രൈ ചെയ്യണം എന്നാണ്. പക്ഷെ ഈ റീൽസ് വളരെ അത് ഈ ഓഡിയൻസിനെ കൂടെ വെച്ച് നോക്കിയിട്ടാണ്. അതെ, ആ ഓഡിയൻസിനെ വെച്ച് നോക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും
ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്. ഇത് ബോറല്ല. ഓക്കെ, ഇത് നമുക്ക് എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ടാണ്. ഇനി ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പേഴ്സണലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊരു വലിയൊരു സക്സസ് കിട്ടുന്നത് വരെയൊക്കെ ഒരു സ്ട്രഗിളാണ്. അത് ഇങ്ങനെ പോകണം. അതിപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ അവനൊരു സിനിമാക്കാരൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ആക്കലാക്കലുണ്ടാവും. അതിനെങ്ങനെ സർവൈവ് ചെയ്ത് തോന്നുന്നു? അതിപ്പോൾ പോയോ? ഇപ്പം ഒരുവിധം നല്ല റെസ്പോൺസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കമന്റ്സ് എല്ലായിടത്തും വായിച്ചു നോക്കിയായിരുന്നു. അത് ക്യാഷ് ആയിട്ടില്ല ഇപ്പോഴും. അത് വേറൊരു വിഷയം. വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് യൂട്യൂബ് ഉണ്ട്, നമ്മളെ വീഡിയോസ് ഒക്കെ കാണും. പക്ഷെ എല്ലാരും ചോദിക്കുന്ന ചോദ്യം എന്താ ജോലി എന്നുള്ളത്. ജോലി തന്നെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് അവരെ കൊണ്ടൊന്നും പറയാറ് അങ്ങനെ. ഇപ്പൊ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോലിയാണ് ജോലി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അയ്യോ, അത് എനിക്ക് തോന്നുന്നു വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരെ അതുണ്ടെന്ന് തോന്നുന്നു. അവര് സക്സസ്ഫുൾ ആണ്, അവരുടെ സാലറി എത്രയാണ്, 1 lakh 2 lakh ഉണ്ടെന്ന് പറയുന്നത് വരെ അവർക്ക് എന്താ ജോലിന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ക്യാഷ് ചെയ്യുന്നത് വരെ ആ ക്വസ്റ്റ്യൻ ക്യാഷ് ചെയ്യാൻ മീൻസ് നമുക്ക് പുറത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാഷ് ചെയ്യുന്നത് വരെ ഇത് ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ അത് കാണിക്കണോ നമ്മൾ തീരുമാനമാണ്. അപ്പൊ എനിക്ക് എന്താണ് ക്യാഷ് എങ്ങനെ സർവൈവ് ചെയ്യുന്നു? സർവൈവ് ചെയ്യാൻ പറ്റും. ഫൗണ്ടർ, സിഇഒ എല്ലാം സൗമ്യക്കാണെന്ന് എനിക്കറിയാം. സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഡിറ്റർ, ഞാൻ ഒരു സമയത്ത് എഡിറ്റർ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നില്ലേ? അത് ആരും കിട്ടാനില്ലായിരുന്നില്ല. എന്റെ ടീമിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിപ്പോഴും സംസാരിക്കും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നീ എഡിറ്റിംഗിൽ ഇരിക്കുന്നുണ്ട്, നീ ഡയറക്ഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നപ്പോ? അത് തന്നെയാണുള്ള ഏറ്റവും വലിയ ഗുണം. നമുക്ക് ആരും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അറിയുന്നത്. ഇപ്പൊ ക്യാമറയുടെ ഫുൾ സെറ്റപ്പ് നമ്മള് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ പഠിച്ചാണ് ഫുള്ള്. നമുക്ക് അങ്ങനെ എവിടെ ഞാൻ പോയിട്ട് അതെ. ഇപ്പൊ ഞാൻ FTL കുറെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. 3 പ്രാവശ്യം ട്രൈ ചെയ്ത് 3 പ്രാവശ്യം ഞാൻ ഫെയിൽ ആയി. അപ്പൊ മനസ്സിലായി, ഓക്കെ, അക്കാഡമിക്കലി നമുക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കയറി പറ്റാനുള്ളൊരു സംഭവം ഇല്ല എന്നല്ല, സംതിങ് മിസ്സിംഗ് ആണെന്നല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പിന്നെ ചെയ്തു വരുമ്പോ നമുക്കൊരു കൈവഴക്കം വരുമല്ലോ ഇതിനല്ലേ. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ എത്രത്തോളം അതിലേക്ക് ഇറങ്ങി കളിക്കുന്നു അപ്പോഴാണല്ലോ നമുക്ക് ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയുണ്ട് ക്രൂ? ഇപ്പോഴത്തെ പുതിയൊരു ടീം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു, എനിക്ക് തോന്നുന്നു കുറച്ച്, ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ആക്ടേഴ്സിലാണെന്നുണ്ടെങ്കിലും ടീമിലാണെന്നുണ്ടെങ്കിലും പ്രസന്റേഷനിലാണെങ്കിലും ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അതിലും ഒക്കെ ഉള്ളൊരു സ്റ്റോറി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആണ് എല്ലാവരും പുറത്തേക്ക് പോകുക എന്നുള്ളത്. മെയിൻ ആയിട്ടുള്ള കോർ ടീം എല്ലാവരും പുറത്താണ്. അപ്പൊ നമുക്ക് ഒരു നിവർത്തിയില്ല. എന്റെ ടീം മുഴുവൻ, യഥാർത്ഥ ടീം കോർ ടീം മുഴുവൻ പോയി. അപ്പൊ അവരിപ്പോ വെക്കേഷൻ അല്ലെങ്കിൽ അവർ ലീവ് എടുത്തിട്ട് വരുമ്പോ മാത്രമാണ് അവരൊക്കെ വെച്ചിട്ട് ആക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സാധനം പോയിക്കൊണ്ടിരുന്നാലാണല്ലോ, ഒരു സംഭവം നമ്മള് പണിതുകൊണ്ടിരുന്നാലാണല്ലോ അതിലേക്ക് ഒരു ഫിനിഷിംഗിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മള് തിരിച്ച് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ആ നേരം ആലോചിച്ചു. അപ്പൊ ഞാൻ എന്താ പറയാ, കുറെ മുന്നേ ഉള്ള ഫ്രണ്ടാണ് അനുപമ അഞ്ജലി. അപ്പൊ ഇവര് രണ്ടുപേരെയും വെച്ചിട്ടാണ് ഞാൻ അനുപമ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പണ്ട് എനിക്ക് കാസ്റ്റിംഗ് കോളിന് അന്ന് ഞാൻ ഒരു എന്താ പറയാ വലിയ ഫേമസ് ആയിരുന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഫേമസ് ആയിരുന്നപ്പോ അയച്ചിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അനുപമ അങ്ങനെ അവളെ വിളിച്ചു, ചുമ്മാ വരാൻ പറ്റുമോ? അതിന് മുന്നേ ഒരു 10-20 ആൾക്കാരോട് ചോദിച്ചു, ആർക്കും വരാൻ പറ്റില്ല എന്നാണ് അഭിപ്രായം ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് മേ ബി ഞാൻ വിജയിക്കില്ലെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ എന്റെ പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര നല്ലതല്ല. അപ്പൊ ഇവള് സംഭവം എന്നെ വിശ്വസിച്ചു. അപ്പൊ ഞാൻ അവളെ വിളിച്ചു വന്നു, അഭിനയിച്ചു. അത് ക്ലിക്കായി സംഭവം. ഒരു 10-15 കഴിഞ്ഞപ്പോ ക്ലിക്കായി. ഇപ്പൊ എങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ടോ? ചാൻസ് ചോദിച്ചു വരും. പക്ഷെ എന്താ സംഭവിച്ചാൽ നമുക്ക് എല്ലാരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിന്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതുപോലെ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്തും ആൾക്കാരുടെ അടുത്തും നമ്മൾ ചോദിക്കും, നമുക്കൊരു അവസരം തരും. നമുക്ക് എനിക്ക് തോന്നുന്നു നീ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഇത് ഈ ബിരിയാണി കഴിച്ച് തീരുന്നല്ലാതെ, ഭക്ഷണം കഴിച്ച് തീരുന്നല്ലാതെ വേറൊരു കാര്യം ഉണ്ടാവും തോന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊരു വലിയ ഫാക്റ്റും കൂടെയാണ്. എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ. ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സക്സസ് മറ്റേ ഇതിനകത്തൊക്കെ പറയുന്ന പോലെയാണ്, കുഴിച്ച് ചിലർക്ക് ചിലപ്പോൾ ഡയമണ്ട് നേരത്തെ കിട്ടും, ചിലർക്ക് കുറച്ചധികം പണിപെടേണ്ട വരുമായിട്ടും. ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിനിമയിൽ പ്രസന്റേഷൻ്റെ കാര്യം എനിക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഭയങ്കര ഷോർട്ടായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ചു പോകുന്നുണ്ട്, ആണിന്റെ പെർസ്പെക്റ്റീവും പെണ്ണിന്റെ പെർസ്പെക്റ്റീവും. ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വരാറുണ്ടോ? പോസിറ്റീവിന് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇതിലിപ്പോ ഞാൻ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എന്റെ പെർസ്പെക്റ്റീവ്സ് ഫുള്ള് ആൺകുട്ടിയുടെ വേർഷൻ തന്നെയായിരിക്കും. പക്ഷെ ഇതിലിപ്പോ നമ്മൾ റൈറ്റർ എന്ന് നമുക്ക് റൈറ്റർ തന്നെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് എഴുതുന്ന ആളെന്നുള്ള നിലയ്ക്ക്
ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു പെൺകുട്ടിയുടെ വേർഷൻ എങ്ങനെയായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ അവർ പറയണമെങ്കിൽ അതെങ്ങനെയാണ് അവർ ആലോചിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളൂ. പക്ഷെ മോസ്റ്റ്ലി എനിക്ക് വരുന്ന കോൺസെപ്റ്റുകളെല്ലാം ഇപ്പം ഈ പറയുന്ന പോലെ ആൺകുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയാണല്ലോ എൻ്റെ വയറിങ് ഇപ്പോൾ 28 വർഷമായിട്ട് അങ്ങനെയുള്ള വയറിങ് ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്ത് കണ്ടിന്യൂസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെ വരുമ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. പിന്നെ നമ്മൾ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ കോൺവെർസേഷൻസ് പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കണ്ടന്റ് ആക്കുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഞാനിത് ചോദിക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലയിടത്തുമുള്ള ഡിസ്കഷൻസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് ആ സ്റ്റോറി അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടോ? ഇതിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, സിനിമയിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരണോ? സിനിമയില് കൊണ്ടുവരാന്ന് പറഞ്ഞു വെച്ചാല് ഇതിപ്പോ അത് ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളത് ഒരാളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കുന്ന വിഷയമാണ്. ഇപ്പം അയാൾക്ക് അത് എങ്ങനെയായിരിക്കും അതിനോടുള്ള റിയാക്ഷൻ, അയാൾക്ക് അതിന് എങ്ങനെയായിരിക്കും അതിനോടുള്ള ഒപ്പീനിയൻ പോലെ ഇരിക്കും. അത് അയാളുടെ പെർസ്പെക്റ്റീവിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അയാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പെൺകുട്ടികളെല്ലാവരും എന്താ പറയുക ചതിക്കുന്നു ആൺകുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5-6 തേപ്പ് കിട്ടിയിട്ടുള്ള പയ്യനെ അതേ തോന്നുള്ളൂ, അല്ലെങ്കിൽ 2-3 തേപ്പ്. 5-6 തേപ്പ് എന്ന് പറഞ്ഞാൽ അവനാള് പ്രശ്നക്കാരനായി. എന്നാലും 2-3 തേപ്പ് കിട്ടിയിട്ടുള്ള പയ്യനെ അതേ തോന്നുള്ളൂ. പെൺകുട്ടികൾ അങ്ങനെയാണ് എന്നുള്ളത് തോന്നുന്നു, കാരണം അവൻ കാണുന്ന ആൾക്കാർ അങ്ങനെയാണ്, സ്വാഭാവികം. അപ്പോ ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, ഈ ഒരു പെർസ്പെക്റ്റീവാണ് അതിന്റെ ആ സംഭവം. അപ്പൊ നമ്മൾക്ക് പറയാനുള്ളത് നമ്മള് വൃത്തിയിൽ പറയാ, അത്രേ ഉള്ളൂ. അതിലിപ്പോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്ക് ഒരുവിധം കമന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഞാൻ ചോദിച്ചു വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണി, മാർക്കോ, ഇതൊക്കെ ഭയങ്കരമായിട്ട് വയലൻസ് കുട്ടികളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇന്നലെ തന്നെ ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളൊന്നും തിയേറ്ററിലേക്ക് കൊണ്ടുവരാനേ പാടില്ല, കാരണം അങ്ങനെയൊന്നും പിള്ളേർ കാണാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ള ഒരു ടേക്ക് എന്താ? അത് പറയുകയാണെങ്കിൽ പക്ഷേ നമുക്ക് പറയാം ജേഴ്സി, ഹോം, ഇങ്ങനത്തെ പടങ്ങളൊക്കെ നന്മ പടങ്ങളൊക്കെ ഒരുപാടല്ല. അത് കണ്ടിട്ട് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാത്തതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ സോഷ്യൽ ഡിലേമ എന്നുള്ള ഡോക്യുമെന്ററിയിൽ പറയുന്ന പോലെയാണ്, നെഗറ്റീവിനൊരു 6x പ്രൊപ്പഗേഷൻ ഉണ്ടാവും. ഇത് ആരുടെ പ്രശ്നമാണ് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെയും, രണ്ടാമത്തെ പ്രശ്നം ഇത് ഇൻടേക്ക് ചെയ്യുന്ന ആ പേഴ്സന്റെയും ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ തന്നെ പോവും. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്യുക എവിടെയാ? അവരുടെ വീട്ടിലും അവരുടെ എഡ്യൂക്കേഷൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നോട്ട് ജസ്റ്റ് എന്താ പറയാ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂട്ടന്റെ ലോ എന്ന് മാത്രമല്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നി ഈ ഒരു കാലഘട്ടത്തില് എഡ്യൂക്കേഷൻസ് എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യണം. ഫേക്ക് അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കണ ആവശ്യം? അയാൾക്ക് അൺലെസ് ആൻഡ് അൺടിൽ അയാൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്കിനല്ലാണ്ട് അയാൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസ്കിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾക്ക് എളുപ്പമാണ്. ഈ ചിലത് കേട്ടോ, ചിലൊരു കേസിൽ മാത്രമാണ് ഈ പാരന്റിങ് ഇതിനകത്തൊരു വലിയ പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇപ്പൊ ഫോൺ അധികം യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അമ്മയുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. ഇത് അതാണ് നമുക്ക് ഈ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജയിലിട്ട് വളർത്താൻ പാടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വേ ഉണ്ട്. ഈ വേനെ നമുക്ക് മോൾഡ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഇത് എങ്ങനെ അവരിങ്ങനെ പോണം ഇങ്ങനെ പോണം എന്ന് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്ത് അതിനെ ഒരു ബുഷിനെ വളർത്തുന്ന പോലെ അല്ലല്ലോ ഇത്. അവര് വളരട്ടെ, എന്നിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാം അവരെ. ഇത് ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒന്ന് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും ഇത് നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവന് മനസ്സിലാവും ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അത് പൊള്ളും എന്ന് പറയുമ്പോ അപ്പൊ ആദ്യത്തെ പ്രാവശ്യം അവൻ തൊട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ടാവും പോവില്ല. ഒരു തീയിൽ അവൻ തൊട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ടാവും പോവില്ല. അപ്പൊ അവനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനങ്ങൾ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. അപ്പൊ ഇതിന് നമുക്ക് അവനെ ഗൈഡ് ചെയ്യുക എന്ന് മാത്രമേ പറയണ്ട. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇത് ഇങ്ങനെ അവനെ ജയിലിട്ട് വളർത്തുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഒരു സ്പേസിൽ അവൻ എത്തുമ്പോൾ അവന് ഭയങ്കര ഫ്രീഡം കിട്ടും. ഈ ഫ്രീഡം കിട്ടുമ്പോൾ അവനങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൽ പലതും വരും, ഡ്രഗ്സും മറ്റു സംഭവങ്ങളൊക്കെ വരും. അത് വേറൊരു കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതാണ്. ഇനിയിപ്പോൾ നിന്റെ ടേക്ക് നിനക്ക് അതിനകത്ത് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തിൻ്റെ സമയത്ത് ഈ ഡ്രഗ്സ്
ഡ്രഗ്സ് എന്താണെന്നുള്ളത് പാരൻസിനും അറിയില്ലായിരുന്നു. നമ്മളിൽ കുറേ പേർക്കും എന്തൊക്കെയാണ് ഡ്രഗ്സ് ഉള്ള കാര്യങ്ങളെന്നോ അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, സംഭവങ്ങളൊക്കെയാണെന്നത്. അതിന് ഒരുപാട് സിനിമ സഹായിച്ചതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പോൾ സിനിമയുടെ മുകളിലേക്ക് വരുന്നൊരു കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കര നോർമലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഇതും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എന്ത് പറയുന്നു? ഇത് 90s എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അശോകൻ സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള ഫിലിംസ് ഒക്കെ ഓർമ്മ അറിയില്ല, അതില് പബ്ലിക്കായിട്ടിരുന്ന് കാലങ്ങളായിട്ടുണ്ടല്ലോ ഇത് ഉണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടൽ വയലൻസ് സീൻസിൽ ഇപ്പോഴും ലോകത്തെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള മൂവി കൺസിഡർ ചെയ്യപ്പെടുന്നത് 1980 ഇറ്റലിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷെ എന്നാലും അതിൽ മനുഷ്യനെ കൊന്നു തിന്നുന്ന സീൻസ് അടക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അത്രയൊന്നും എന്തായാലും ഇന്ത്യയിൽ ഒരു പടവും സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സെൻസർ ബോർഡ് സമ്മതിക്കില്ല. പക്ഷെ എന്നിട്ടും ഈ പറയുന്നത് പോലെ തന്നെ അത് മേ ബി ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഇപ്പം നിലവിലുള്ള കുറേ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനായിട്ട് എല്ലാം കൂടെ സിനിമയുടെ തലയിലങ്ങ് അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പേപ്പർ വായിക്കുന്നില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ഹീറോയിസ് ആയിട്ട് ആൾക്കാരെ വെട്ടുന്ന, വാളെടുത്ത് വീശുന്ന, അല്ലെങ്കിൽ ഒരു 15 പേരെ അടിച്ചിടുന്ന ഭയങ്കര മാസമായിട്ടുള്ള സാധനം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പേപ്പറിൽ ചിലപ്പോ ഇത് റിയാലിറ്റിയിൽ ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇവനെ അറിയാത്തടത്തോളം ഇവനെ അതിനെ കുറിച്ചിട്ടുള്ള ആഫ്റ്റർ എഫക്ട് എന്താന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടേക്കാണ് നമ്മള് പഠിക്കേണ്ടത്. ഈ ന്യൂസ് പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരണം, ഭയങ്കരമായിട്ട് വരാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചുറ്റും എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രല്ല, ഇത് ബേസിക്കലി എഡ്യൂക്കേഷൻ ബോർഡിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് സൊസൈറ്റിയുടെ ഒരു സംഭവമാണല്ലോ. ഈ സൊസൈറ്റിയിൽ അവൻ ജീവിക്കണത് എങ്ങനെയാന്നുള്ളത് ഇവന് മനസ്സിലാക്കാൻ പറ്റണം. ഈ ഒരു യുക്തിബോധം സ്വയം വളർത്തിയെടുക്കണം. അത് അവിടേക്കാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക, ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മള് ഇപ്പൊ ഇന്ന് ഇത് ഒരു പ്രശ്നമാണെങ്കിൽ ഇതിന് മുന്നേ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം 2 ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെയും പഴയ പ്രശ്നം പിന്നെയും വരും. അപ്പൊ ഇതിങ്ങനെ മാറി മാറി വരും. ഇത് സൊസൈറ്റി എപ്പോഴും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ലേൺ ചെയ്യാ, അതിന് അൺലേൺ ചെയ്യാ, അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക, അതിങ്ങനെ മുന്നോട്ട് പോവാന്നുള്ള തന്നെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ചെയ്യുമ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനൊന്നും വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കൊടുക്കാതിരിക്കാനോ? അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ വെള്ളമടിക്കുന്ന അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുണ്ട്, നീഡഡ് ആണെങ്കിൽ മാത്രം. അതല്ലാണ്ട് ഇപ്പൊ ഞാൻ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ അത് ഗ്ലോറിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫൈറ്റ് സീൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനൊക്കെ ഒരു ഭയങ്കര ഹീറോയിസ് ഉള്ളത്. ഇപ്പൊ എന്റെ ത്രെഡ് അങ്ങനെയല്ല, അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ അങ്ങനത്തെ ത്രെഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കാം. ഇപ്പൊ പറവ പോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിലത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാലേ പറ്റുള്ളൂ. സ്റ്റോറി ബേസിലാണ് ഈ കാര്യങ്ങൾ. സ്റ്റോറി ബേസിലാണ്. ഇപ്പൊ പറവയില് ആ സാധനം ഇല്ലെങ്കിൽ അവസാനം അവൻ ഈ 6 കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല, നമുക്ക് ആ ക്യാരക്ടറിനോട് ദേഷ്യം തോന്നില്ല. അവൻ അതിന് മുന്നേ ഈ ബോളുമേ സിറിഞ്ച് കുത്തിയത് മറ്റേത് മറിച്ചതൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇവനെ പോയി ഇടിക്കുമ്പോ ഫീൽ കിട്ടുന്നത്. അത് സിനിമയുടെ ഒരു മാജിക് ആണത്. അപ്പൊ അതിനെയും കൂടി പോയിട്ട് റെസ്ട്രിക്ട് ചെയ്യാ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ ഇപ്പൊ എല്ലാം കണ്ടന്റ് ആക്കുന്നു പറഞ്ഞല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം കണ്ടന്റ് ആക്കുന്നു. അപ്പൊ അത് എങ്ങനെയാ അതിനകത്തേക്ക് എത്തിപ്പെടണം? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഇല്ലില്ല, അത് ചില സാധനങ്ങൾ നമുക്ക് ഹുക്ക് ചെയ്യും. ചില ഡയലോഗ്സ് എല്ലാം നീ തന്നെയാണോ? ഡയലോഗ്സ് എല്ലാം ഞാൻ തന്നെയാണ്. ചിലപ്പോ ഞാൻ എന്റെ ലൈഫിൽ പലപ്പോഴായിട്ട് പലരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രോബബ്ലി. അപ്പൊ ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ടോ? ഇടത്തേണ്ടി ഇത് എന്റെ സാധനല്ലേ, ഇത് നീ ഇത് എടുത്തിട്ട് കണ്ടന്റ് ആക്കി വന്നേ? അത് അറിയാം, അതങ്ങനെയാണ്. പറയാൻ വിഴുങ്ങിയില്ലോ പറയാൻ പറ്റില്ലല്ലോ ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാലും കാര്യം അല്ല, ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലൈഫിൽ ഇങ്ങനെ പോകുമ്പോ ഇത് ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. ഇപ്പൊ എന്റെ ഫ്രണ്ട്സുകാർക്ക് വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാട് പേരൊന്നുമില്ല. അപ്പൊ ഈ ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇത് കണ്ടന്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇവര് നമ്മള് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഇപ്പൊ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ ആക്ട്രസിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴായാലും, ഇപ്പൊ ഇതിന്ന് കിട്ടുന്ന കണ്ടന്റ് ആണെങ്കിൽ ഞാൻ അവർക്ക് തിരിച്ചാക്കി ഞാൻ പറഞ്ഞ സാധനമാണല്ലോ എന്ന് അവര് തിരിച്ച് നമ്മളടുത്ത് പറയും. പിന്നെ വേറെ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു 1 വീക്കില് 2 എണ്ണം 3 എണ്ണം വെച്ച് ഇറക്കുമ്പോ പലതും അങ്ങനെയൊക്കെ സംഭവിക്കും. MD സാർ പറഞ്ഞ സംഭവം, അത് MD സാറൊക്കെ
സ്വന്തം ആളുടെ ബന്ധുക്കളുടെ ഇടയിൽ ഭയങ്കര മോശം അല്ല, സ്വാഭാവികമായിട്ട് അത് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കണ്ടുവന്നിട്ടുള്ള പല ക്യാരക്ടേഴ്സ്, ഇപ്പം ഞാൻ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പം ആ കഥ അങ്ങനെ ആവണമെന്നില്ല, ക്യാരക്ടർ ചിലപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇത് നമ്മൾ പിന്നെ എവിടുന്ന പഠിക്കുക, നമ്മളുടെ ജീവിതത്തിലാണ് നമ്മള് ഉറപ്പായിട്ടും എവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുക. വേറൊരു സാധനം എടുത്തു കഴിഞ്ഞാല് അത് ആസ് ഇറ്റ് ഈസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നമ്മളുടെ ലൈഫിലേക്ക് മെർജ് ചെയ്തിട്ട്, ഇതെല്ലാം ഞാൻ എന്റെ ലൈഫിൽ നിന്നല്ല, നമ്മളിപ്പോ ചില കോട്ട് കാണുമ്പോൾ, ചില മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്ന സീൻസ്, ഇതൊക്കെയാണല്ലോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മളത് കട്ടൂന്ന് മനസ്സിലാക്കിപ്പിക്കരുത്. ഒരുവിധം കണ്ടന്റ് ഒക്കെ ഞാൻ കട്ടതാണ് ബേസിക്കലി. അത് പക്ഷെ എങ്ങനെ കക്കുക എന്ന് പറയാൻ, ഇത് ഇംപ്രൂവൈസ് ചെയ്യുക എന്ന് വേണം പറയാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താ റീമേക്ക് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ശൈലി ബേസിക്കലി അതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റോറി അല്ലെങ്കിൽ ഇതുവരെ ആരും കേൾക്കാത്ത കഥ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ഇതുവരെ കേൾക്കാത്ത സ്റ്റൈൽ എന്നേ പറയാറുള്ളൂ, ഇതുവരെ കേൾക്കാത്ത കഥ എന്ന് പറയാറുള്ളൂ. ഇതുവരെ കാണാത്തൊരു സ്റ്റൈലാണത്. ഇപ്പൊ ഹോം എന്നുള്ള സിനിമ ബേസിക്കലി അത് പലപ്പോഴും വന്നു പോയിട്ടുള്ള ഒരു പടക്കല്ലേ, പക്ഷെ അതൊരു പുതിയ സ്റ്റൈൽ ഉണ്ടായില്ല, അതിൽ എന്തൊക്കെയോ സംതിങ് ഡിഫറെന്റ് ഉണ്ടായിരുന്നു. അവര് യൂസ് ചെയ്ത സെറ്റോ, അവർ യൂസ് ചെയ്ത വീട്, അവർ യൂസ് ചെയ്ത ഗ്രീനറിയുടെ ഇൻപുട്ടുകൾ, ആനിമേഷൻ യൂസ് ചെയ്ത രീതി, ഇതിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ സ്റ്റൈലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോറി എപ്പോഴും എത്ര 10-20 സ്റ്റോറിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടറിന് കൊടുക്കുന്ന ആർക്കും അവർക്ക് കിട്ടുന്ന ഇപ്പൊ ആ പ്രോബിലിറ്റി 20 പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ 20 നമ്പേഴ്സ് ഓഫ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ 20ന്റെ പ്രോബിലിറ്റീസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന് ഇങ്ങനെ കൊടുത്ത് ഇതിന് അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് ഇതിന്റെ ടൈം ലൈൻ മാറ്റി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ വില്ലന്റെ പെർസ്പെക്ടീവിൽ നിന്ന് സംസാരിക്കും, ചിലപ്പോ ഹീറോന്റെ പെർസ്പെക്ടീവിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഹീറോയിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് സംസാരിക്കും. ഇപ്പൊ ഉള്ളിടവർ കണ്ടത് സിനിമ പോലെയാണല്ലോ, എല്ലാവരുടെയും പെർസ്പെക്ടീവിൽ സംസാരിക്കുമ്പോൾ സ്റ്റോറി മാറും. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പൊ നമ്മുടെ സാധനങ്ങൾ കൂടുതലും പോകുന്നത്. അപ്പൊ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയുള്ള ഒരു കമന്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇത് എനിക്ക് ഭയങ്കര തമാശയായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നെ കേട്ടോ, പുള്ളിക്കാരി അരികെ ഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് ഏതൊരു പയ്യനായിട്ട് ലൈനായി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ലൈനില്ല പേഴ്സണലി, അതിന് പക്ഷെ ഇത് കാണുമ്പോ അതുണ്ടാവില്ല, ഒരു ബ്രേക്ക് കിട്ടാതെ നമുക്ക് ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല, ഒരു ബ്രേക്ക് കിട്ടാതെ നമുക്ക് ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു പോയിന്റ്, ടേണിംഗ് പോയിന്റ് ആണത്. ആ ടേണിംഗ് പോയിന്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യാം. സ്റ്റോറിയിൽ ഹെൽപ്പ് ചെയ്യില്ല, നമ്മളെ ഡ്രൈവ് ചെയ്യും. നമ്മളെ ഒരാള് നമ്മളെ വേണ്ട എന്ന് പറയുമ്പോ നമ്മളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇതിന്ന് എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാമെന്ന അതിനെ നമ്മൾ ഇതാക്കണം. അല്ലാണ്ട് ഓക്കെ അയാൾക്കിനെ വേണ്ട, എന്റെ ജീവിതം തീർന്നു, അതല്ലോ. ഓക്കെ അയാള് നമ്മൾക്ക്, ഞാൻ മോശമായിട്ട് പറയല്ല, അപ്പൊ എന്റെ ലൈഫിലുള്ള പ്രണയങ്ങൾ എന്ന് പറയുന്ന പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല രീതിയിൽ വളർന്നു പോകുന്നതാണല്ലോ. അപ്പൊ ഞാൻ വളർന്ന രീതിയിലായിരുന്നില്ലായിരിക്കാം മൂപ്പരാള് വളർന്നത്. അപ്പൊ ഈ നമുക്ക് അവര് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇത് വളർന്നു പോകുന്ന രീതി ഫ്യൂച്ചറിൽ വരുമ്പോ ഈ സിങ്ക് ആവില്ല. അപ്പൊ അത് ബ്രേക്ക് ആവേണ്ട സംഭവം തന്നെയാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു സംതിങ്, അത് നടക്കേണ്ട ഒരു നിമിത്തമാണ്. അപ്പൊ അതാണ്. അപ്പൊ അത് നടന്നതിന് ശേഷം പിന്നെ നമുക്ക് അതിന് എന്തെടുക്കാം എന്നുള്ളതാണല്ലോ. എങ്ങനെ നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മളെങ്ങനെ സെൽഫായിട്ട് നമുക്ക് അതിന് മാറാം, ബെറ്റർ ആക്കാം, ഇതൊക്കെ നമ്മൾ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുന്നൊരു സംഭവങ്ങളാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്നിട്ട് ആ കുട്ടിയെ അന്വേഷിച്ചു ആരാ എന്താന്നൊക്കെ നോക്കിയായിരുന്നോ? ഈ അരികെ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞു. ഈ പുള്ളി ഇൻസ്റ്റാൾ ചെയ്തു, ഞാൻ ഫുള്ളായിട്ട് ഫ്രണ്ട്സ് അയച്ചിരുന്നു. രസമല്ലേ നമ്മൾ നേരിട്ട് പോയി സംസാരിച്ചില്ല. അരികെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് ചോദിക്കാം, കാരണം ഒരാളെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തല്ലോ. പ്രൊമോഷനായി. ഓക്കെ. ഇനി അതുപോലെ തന്നെ പോസിറ്റീവ് എപ്പോഴും നല്ലതാണ്. നെഗറ്റീവ്സ് ഉണ്ടായിട്ടില്ലേ? നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഡെയിലി ഇത്ര കണ്ടന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളത് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ഉണ്ടാക്കി അതിനെ റിലീസ് ചെയ്യുമ്പോൾ വീക്കിലി 2 വെച്ച് റിലീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കമന്റ് ഒബ്വിയസ്ലി വരും. പക്ഷെ ഇതിന് നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പൊ നമ്മള് അതിലെ ഭയങ്കര വിഷമം വന്നിട്ടുള്ള സംഭവങ്ങള് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ബിക്കോസ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ 2019 കഴിഞ്ഞ 2020 ഒരുപാട് ട്രോൾസ് വന്നിട്ടുള്ള സാധനത്തിനൊക്കെ ഞാൻ പാർട്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിലായി ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഐഡിയ ഇതാണെന്നുള്ളത്. ഓക്കെ, അവർക്ക് എപ്പോഴെങ്കിലും നമ്മൾ താഴെടാം, അവർക്ക് എപ്പോഴെങ്കിലും നമ്മളെ ഉയർത്താം.
ഒരു ഒറ്റ റീലിന്റെ ഉള്ളിൽ ഈ ഫുൾ സംഭവങ്ങൾ ചിലപ്പോൾ പോവാം. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ അത് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്തു പോവും. അപ്പൊ ഇത് പിന്നെ പക്ഷെ അടുത്തൊരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നീ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച് പറഞ്ഞ പോലെ അടുത്തൊരു റീലിൽ നിന്ന് ചിലപ്പോൾ പിന്നെയും നല്ലതിലേക്ക് വരാൻ പറ്റും. ഒരൊറ്റ സാധനം മതി നമ്മളെ പോസിറ്റീവ് ആക്കാനും രാജാവാക്കാനും അതുപോലെ എടുത്ത് വലിച്ച് താഴെക്കിടാനും ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് അതെന്ന് വെച്ചാൽ ഞാനിത് ചോദിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റെഗുലർ ആയിട്ട് ചിലത് പിന്നെ ചില ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് കണ്ടന്റ് ചിലപ്പോൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ഒരു നെഗറ്റീവ് അങ്ങോട്ട് ഇട്ടിട്ട് പോകണം. മാത്രം പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ഇപ്പൊ എനിക്ക് ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നോർമലാണ്. അത് അവരങ്ങനെ വളർന്നിട്ടില്ല. ഇപ്പൊ ഈ കഷ്ണി തലേനൊക്കെ പെണ്ണ് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഇത് അവർക്കത് അവരുടെ അല്ല അങ്ങനൊന്നും എനിക്ക് ചോദിക്കാനൊന്നുമില്ല. അത് വാട്ട് എവർ ഇറ്റ് ഈസ് അവരങ്ങനെ ചിന്തിച്ചല്ലോ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു നോർമൽ ഹ്യൂമൻ അങ്ങനെ ചിന്തിക്കണം. അതാണല്ലോ ജീവിതം. ലൈക്ക് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഉണ്ടാവുമ്പോഴാണല്ലോ ഈ സൊസൈറ്റി ക്രിയേറ്റ് ആവുന്നത്. എല്ലാവരും ഇപ്പൊ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് നോൺ വെജ് ആവും ഇഷ്ടം, ചിലർക്ക് വേറെ ഇഷ്ടം. ഇങ്ങനെയാണല്ലോ, ഇതൊരു മിക്സഡ് സംഭവമാണല്ലോ, ഒരു അവിയലാണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാലും തന്നെയാണ് ആ സൊസൈറ്റി അങ്ങനെ വളർന്നു പോകുള്ളൂ. അപ്പൊ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഒരു കുറ്റം പറയാൻ തോന്നിയിട്ടില്ല. ഓക്കെ. സിനിമയിലേക്ക് ഇനി പ്ലാൻ ഉണ്ടോ സിനിമ ചെയ്യാനായിട്ട്? സിനിമ ഇപ്പൊ നമ്മളിപ്പോ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിലായതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ നമുക്ക് അനൗൺസ് ചെയ്യണത് എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുന്ന ഒരു ജോണർ ഈ പറയുന്ന പോലെ? ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മളുടെ ആദ്യത്തെ ഈ റീലിന്റെ കോൺസെപ്റ്റിൽ എല്ലാവരും അപ്രൂവ് ചെയ്യുള്ളൂ. കാരണം ഇത് ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്തതാണല്ലോ. ലൈക്ക് ഇപ്പൊ നമുക്കൊരു 1 മില്യൺ 2 മില്യൺ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, ഇവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കിപ്പിച്ചപ്പോ. അപ്പൊ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർമാരുടെ സിനിമ തന്നെയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണ് നമ്മൾ ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ആസ് എ ആക്ടർ അത് മാറി വരുമ്പോഴാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇപ്പം ഞാൻ നേരത്തെ നിന്നോട് ചോദിച്ചതുപോലെ തന്നെ നീ ഇപ്പം എല്ലാ മേഖലയിലും നിൽക്കുന്നുണ്ട്, എഡിറ്റിംഗ് നിൽക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ബേസിക്കലി ഡയറക്ഷനാണ്, പിന്നെ ആക്ടിങ്. തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി എഡിറ്റിംഗ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിലാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഒരു സിനിമേനെ ഞാൻ തന്നെ ഡയറക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കണ്ടിട്ട് ഇത് ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് നശിപ്പിച്ചു എന്ന് തോന്നിയിട്ട് പിന്നെ എഡിറ്റിംഗിൽ സേവ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഇത് എഡിറ്റിംഗ് അത് ജോൺസനോടെ മറ്റേ സ്റ്റോറി പറഞ്ഞ പോലെ യൂട്യൂബ് പഠിച്ച യൂട്യൂബ്. അപ്പൊ ഇനി സിനിമ ചെയ്യുകയാണെങ്കിൽ എഡിറ്റിംഗ് നീ തന്നെ ചെയ്യോ? ഇല്ല, അത് വേറെ ആരും കൂടെ ചെയ്യിപ്പിക്കാൻ അല്ലേ? അല്ല, അത് ഞാൻ ബേസിക്കലി അത് എനിക്ക് ഭയങ്കര മടിയനാണ് ഞാൻ. അപ്പൊ ഭയങ്കര ഈസി വേസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ ഈ പക്ഷെ സിനിമയിൽ അങ്ങനെ ഈസി വേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടും, പ്രൊഡ്യൂസർമാരെ അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ആ തരത്തിലുള്ള ടെക്നീഷ്യൻസിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു പറ്റും. അപ്പൊ അത് ആ സമയത്ത് വരുമ്പോൾ നമുക്കങ്ങനെ ഉടായ്പ കാണിക്കാൻ പറ്റില്ല. ഉടായ്പ കാണിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്കിപ്പോ നിലവില് റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തു നിന്ന് ചിലപ്പോൾ കുറച്ച് സ്ട്രഗിൾ എടുത്തുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും. അവരോട് എന്താ പറയാനുള്ളത്? അതായത് നമ്മളെന്താണോ കൺസ്യൂം ചെയ്യുന്നത് അത് നമുക്കൊരു ഇപ്പോൾ ഇൻസൈഡ് ഔട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു മെമ്മറി. ഇതേപോലെ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സംഭവത്തിനെ വിഷ്വലൈസ് ചെയ്യുക. ഇത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 1 മൊമെന്റ് എത്തുമ്പോൾ ഈ സാധനത്തിന്റെ ത്രെഷോൾഡ് കഴിഞ്ഞ് അത് വേറൊരു രീതിയിലേക്ക് മാറും. അത് തന്നെയാണ് ഇപ്പൊ എന്റെയും ലൈഫിൽ നടന്നത്. അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 10 ആരും വ്യൂ ഇല്ല. 10K 5K 8K ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരെണ്ണം അങ്ങോട്ട് 5 ലക്ഷം ആയപ്പോ പിന്നെ എല്ലാവരും ഇത് കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ അതേ ലെവലിൽ നമ്മൾ കുറച്ചും കൂടി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ സോ കോൾഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറും. അതുപോലെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ ഇവർ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ അത് നിർത്തി. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്കും എനിക്ക് തോന്നുന്നു ചിലർക്ക് ഭയങ്കര രസമാണ് ചിലരുടെ ഒക്കെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ചെയ്യാ, കണ്ടിന്യൂ ചെയ്യാ. അത് എന്താണോ നിങ്ങൾക്ക് ടൈം, അത് ചിലർക്ക് സമയം എടുക്കും. സമയം അതെ അതെ അതെ. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെപ്പോഴും തുടഞ്ഞോണ്ടിരിക്കുക വരും. ഞാനും അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു സമയത്തിരുന്ന ഞാൻ നിന്റെ ഗ്രോത്ത് ശരിക്കും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം, ഞാൻ കാര്യം എന്താ വെച്ചാൽ എന്റെ പോഡ്കാസ്റ്റിലാണെങ്കിൽ ഞാൻ എടുത്ത് നിനക്ക് അയച്ചു തരും. കാരണം ഒരു കുഴപ്പമില്ലാതെ വിമർശിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമായിട്ട് ഇങ്ങോട്ട് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു തരത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത് കുറച്ചായിട്ടുള്ള നിന്റെ വീഡിയോസിന്
ഞാൻ കണ്ടുവന്ന സൗമ്യക്കിൽ നിന്നും ഭയങ്കര ക്വാളിറ്റി വ്യത്യാസവും ആ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ സമയം, ഇനി ആ ഒരു ചേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അതെ അതെ, ഇനി അങ്ങനെ ആവട്ടെ. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് അടുത്തൊക്കെ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡെയിലി എന്താ പറയാ സ്വപ്നം കാണുന്ന ആളായതുകൊണ്ട് ഒരുപാട് കഥകളുണ്ട് മൈൻഡില്. ഇതിനൊക്കെ സിനിമയാക്കണം എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ ഞാൻ നിന്നെ വെച്ചിട്ട് വെബ് സീരീസ് ഞാൻ പ്ലാൻ ചെയ്ത് ഒരുത്തം വിളിക്കടാ നീ കണ്ടത് എനിക്കറിയാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണുപോയി, ചെയ്യാൻ പറ്റില്ല. നിന്നെ വെച്ച് അന്ന് ആലോചിച്ചോളൂ, അപ്പഴേ അങ്ങനെയല്ല, അതൊരു ടൈമാണല്ലോ. അപ്പൊ ഫ്യൂച്ചർ അതാണ് നമുക്ക് ഈ സ്റ്റോറീസ് ഒരുപാടെണ്ണം മൈൻഡിലുണ്ട്. അപ്പൊ ഇത് ചെയ്യുക, അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ അഭിനയിക്കാൻ പറ്റുന്ന അഭിനയിക്കുക, ഇതൊക്കെ തന്നെയാണ്. ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ജോലികൾ പലതും ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മളങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ, അത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബാക്ക് ടു നോർമൽ ജോബ് എന്നുള്ളത് ആ ജീവിതത്തിലേക്ക് ഇനി എനിക്ക് പോകാൻ പറ്റില്ല. കാരണം അത് ഈ ഒരു ഡയലോഗ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി മേടിച്ചു തുടങ്ങിയ ഒരാളില്ലേ, പിന്നെ കൈനീട്ട് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കടം ചോദിക്കും, പക്ഷെ വീണ്ടും പിന്നെ പാരൻസിനോട് പോയി കൈ നീട്ടുന്ന ഇതുണ്ടാവില്ല. അത് വേറൊരു സീനാണ്. കാരണം സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് മെച്യൂരിറ്റി ആണെന്നും കൂടെ പറയും. പിന്നെ തിരിച്ച് മറ്റേടത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറൊരു കേസും കൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. നിന്റെ ടീമിന്റെ മൊത്തം കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ? എന്താ വേണ്ടേ? ക്രൂവും അവരുടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്കില്ലുള്ള ആൾക്കാരാണ്, അവരുടേതായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് പേരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാണ്ട് ഇനിയും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനുണ്ടല്ലോ, നീ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്ക് മുന്നേ തൊട്ട് 5-6 വർഷമായിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വരുന്നവരെല്ലാരും മറ്റേ ഭീഷണിയാ, അത്ര പ്രാവശ്യമാണെങ്കിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സെറ്റപ്പാണ്. നീ അഭിനയിക്കില്ലേ? നിർത്തിയ വിളിച്ചാ ഞാൻ വരൂടാ. ഇത് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം ഇവിടെ പറയുന്നത്. ഞാൻ ഓഡീഷനൊക്കെ പൊക്കോണ്ടിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ അർജന്റ് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ചിലപ്പം ഇപ്പഴായിരിക്കും ഇവൻ വീണ്ടും തുടങ്ങിയത്. ഓഡിഷൻസ് പറഞ്ഞ പോലെയാണ്, അത് ഒരു ടൈമിലെത്തിയപ്പോ നമുക്ക് മനസ്സിലായത് ചിലതൊക്കെ ഭയങ്കര മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഇപ്പൊ കുറെയൊക്കെ മാറിയെന്ന് തോന്നുന്നു. കാരണം നമ്മള് കോവിഡിന് മുമ്പ് മുതൽ തുടങ്ങിയവരാ. അതെ അതെ. ഇപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ഓൺലൈനായിട്ടൊരു ഇന്റർവ്യൂ ഒരു ഓഡിഷൻ നടത്തിയതിന് ശേഷമാണ് പിന്നെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ഡയറക്ടറിന് ചുമ്മാ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ വിപിൻ ദാസ് സാറൊക്കെ എത്ര പേരെ കാസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള, പുള്ളിക്ക് ജസ്റ്റ് ഫീൽഡിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇരിക്കുക വേണ്ടു. ഓക്കെ, നല്ല ആർട്ടിസ്റ്റാണ് മനസ്സിലാവും. അവരുടെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ ഇത് ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാം ആസ് ഇറ്റ് ഈസ് ഒരു പോർട്ട്ഫോളിയോ ആണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സംതിങ് ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പൊ അവിടെ ബെസ്റ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൾ വരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വരും. അല്ല, ഞാനും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കാരണം അവർ കണ്ടന്റിൽ മാത്രം നിന്ന് ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ കോൾ വന്നിട്ടുണ്ട്, അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് ഇപ്പം നീ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് മറ്റേ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ നല്ല വീഡിയോസോ അത് എന്താണോ നമ്മുടെ ആഗ്രഹം അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇപ്പം നമ്മുടെ ഇതിലേക്ക് വരുന്നവരും ഈ സ്ട്രഗിളിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അവരോടൊക്കെ എന്താ പറയാനായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ എന്താണ് വീഡിയോസ് എടുക്കലാണോ, പെയിന്റിങ് ആണോ, പാട്ട് പാടലാണോ, അപ്പൊ നിങ്ങൾക്ക് അതിൽ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അത് ചെയ്യുക. അതിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്കൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഇവര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ കൂടെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ഓപ്പൺ അപ്പ് ആവുക. അവരെ കൊണ്ട് അവർ ക്രിട്ടിസൈസേഷൻ അത് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതിൽ നമ്മൾ ഈഗോ കൊള്ളാണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അത് അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അത് പക്ഷെ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കാനും പാടില്ല. നമുക്കൊരു നമ്മുടെ സ്റ്റൈല് നമുക്ക് തന്നെ അറിയുള്ളൂ. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മൈൻഡ് പോയാൽ അതാണ് നമ്മുടെ മൈൻഡിന്റെ ഉള്ള ആ ഒരു ഫിനിഷിങ് സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് തന്നെ അറിയുള്ളൂ. അപ്പൊ ഇതൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ എടുക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 മൊമെന്റ് കഴിഞ്ഞാൽ ത്രഷോൾഡ് കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് വരും. നേരത്തെ നീ പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു പുരുഷനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോയ് ആയതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ചിന്തിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, ചില സ്റ്റോറീസിലൊക്കെ ലേഡീസിൻ്റെ പെർസ്പെക്റ്റീവിലും സംസാരിച്ച് പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി സാധനങ്ങളൊക്കെ നീ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാത്തവർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പ്രസൻറ്റ് ചെയ്ത
ക്യാരക്ടറിലല്ലാത്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടാവാം. അപ്പോൾ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ആക്ച്വലി സ്ത്രീകൾ അങ്ങനെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കമന്റ് വന്നിട്ടുണ്ടോ? കമന്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് വന്നിട്ടുള്ളത് റിയലൈസേഷൻസ് ആണ്. ഓ ഇങ്ങനെയാണോ എന്നുള്ള സംഭവമാണ്. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള എന്റെ ചുറ്റിലുണ്ടായിട്ടുള്ള എന്റെ സ്ത്രീ സുഹൃത്തുക്കളുടെ ഇടയില് എനിക്ക് മനസ്സിലായിട്ടുള്ള അവരുടെ കുറേ വിഷമങ്ങളും സന്തോഷങ്ങളും അവർക്ക് എക്സ്ട്രസ് തരുന്ന സംഭവങ്ങളും അവർ ഇംപ്രസ് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അതെല്ലാം പ്രണയമല്ല, എല്ലാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലതൊക്കെ ഭയങ്കര നല്ല സൗഹൃദങ്ങളാണ്, ചിലതൊക്കെ വളരെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്ത പോലെ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും, ജസ്റ്റ് ഒരു കണക്ഷൻ വന്ന് അവരങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കും. അവർ നമ്മുടെ ലൈഫിൽ പാർട്ട് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ആണുങ്ങളും ആയിരിക്കും. അപ്പൊ എന്റെ അച്ഛനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പുള്ളിക്ക് കുറെ പെർസ്പെക്റ്റീവ് അറിയാം. അമ്മയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് കുറെ പെർസ്പെക്റ്റീവ് പറയാണ്ടായിരിക്കും. ചേച്ചി ഉണ്ട്, ചേട്ടന്റെ വൈഫ് ഉണ്ട്, പുള്ളിക്കും അത് ഒരുപാട് പെർസ്പെക്റ്റീവ് പറയാണ്ടായിരിക്കും. ഫാമിലി എങ്ങനെയുണ്ട് സപ്പോർട്ട്? ഫാമിലി ഓൾറെഡി പാറ്റേൺ കണ്ടതാ. അച്ഛൻ സിനിമ മേഖല ആയതുകൊണ്ട് തന്നെ അച്ഛൻ പണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ, പിന്നെ അവിടുന്ന് ലൈഫ് സ്ട്രഗിൾ ആയപ്പോ എല്ലാം കൂടി മീതയ്ക്ക് വീണപ്പോൾ പുള്ളിക്ക് സ്ട്രഗിൾ ഓക്കെ മനസ്സിലായി. അവിടുന്ന് പിന്നെ വിട്ടു പോകുന്നതാണ്. ഓക്കെ ഇത് പിന്നീട് നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റില്. പക്ഷെ ഫാസ്റ്റ് ഫോർവേഡ് 12 years 13 years പിന്നീട് ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ പാറ്റേൺ അവർ കണ്ടോണ്ട് എന്റെ അടുത്ത് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ വീട്ടിലേക്ക് പൈസ കൊടുക്കും. ചരിത്രം ആവർത്തിക്കല്ലേ, പൈസ കൊടുക്കുന്ന വീട്ടിൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പൊ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പ്രേമല്ല. അവര് നമ്മൾ ഇത്ര കാലം നോക്കി നമ്മൾ തിരിച്ചു നോക്കേണ്ട നമ്മുടെ കടമയാണ്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇപ്പോൾ വാട്ടവർ ഒരു 2000, 3000, 5000 രൂപയോ എന്താ നമുക്ക് പറ്റുക അത് കൊടുക്കുക, അവരത് ചെയ്യുക, അവർക്ക് ഹാപ്പി ആക്കുക. ചിലപ്പോൾ അത് ചിലപ്പോൾ പൈസയിലൊന്നും ആയിരിക്കില്ല, പൈസയില് അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കത് ഭയങ്കര ചിലവല്ലേ ഇപ്പോൾ ജീവിക്കാനൊക്കെ. അപ്പൊ നമ്മളത് ക്യാഷിൽ കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഇൻകം സോഴ്സ് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ വേറെ സ്കിൽസോ ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ ഫ്രീലാൻസ് വർക്ക് എടുക്കും, അങ്ങനെയൊക്കെ. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം. പിന്നെ എല്ലാ എൻ്റെ ഇതിനകത്തും ചോദിക്കുന്നൊരു ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇതിനൊക്കെ ഉള്ളൊരു വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കൊക്കോന്റെ കൊളാബറേഷൻസ് ഞാൻ കണ്ടു. അതെ കൊളാബറേഷൻസ് ഉണ്ട്. പക്ഷെ കൊളാബറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 5-6 മാസത്തോളം കഴിഞ്ഞ ഓഗസ്റ്റിൽ റിസൈൻ ചെയ്തതാണ്. VIP ആയി പിന്നെയും. എന്നിട്ട് പിന്നെ അവിടെ പിന്നെ നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അതൊരു ടൈമാണ്. പിന്നെ ഈ തോട്ട് കേറി വന്നു തുടങ്ങിയാണ്ടല്ലോ, അത് സർവൈവ് ചെയ്യാന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് വിട്ടുകൊടുക്കുന്നില്ല, സമ്മതിക്കില്ല തോൽവി. പക്ഷെ അത് ബേസിക്കലി തോൽവിയല്ല, നമ്മളത് കളിച്ചോണ്ടിരിക്കുന്നുള്ളൂ. കളി നിർത്തിയിട്ടില്ലല്ലോ, കളി നിർത്തുമ്പോ എവിടെയാ നിൽക്കണമെന്ന് നോക്കാന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടോ വീണ്ടും ഈ കഥകളെല്ലാം പറയാൻ പറ്റിയാലും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയാലും. അപ്പൊ എന്തായാലും മറക്കരുത്, സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു റോളാണ്. കോളേജ് പടം എടുക്കുമ്പോ മതി. ഞാനിപ്പം ഈ കഴിഞ്ഞ അല്ല ഞാൻ ഈ താടി എടുത്ത് ആക്ച്വലി അത് വേറൊരു സീനിന് വേണ്ടിയിട്ടാണ് താടി എടുത്തത്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ ഈ നമ്മുടെ ഇതുപോലെ തന്നെ വേറൊരു ടീം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ കേസൊക്കെ തപ്പിക്കൊണ്ടിരുന്നതിൽ വേറെ കുറച്ചുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എടാ എന്തെങ്കിലും പോലീസ് റോൾ വല്ലതും കിട്ടിയാൽ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരം വെച്ച് പോലീസ് റോളോ. അപ്പൊ എന്തായാലും നീ മറക്കരുത്, നീ അന്ന് ചെയ്യാന്ന് പറഞ്ഞാ നീ ചുമ്മാ. പക്ഷെ നീ എന്റെ ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്തു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് നീ റിമൂവ് ചെയ്തോ ഇൻസ്റ്റയിൽ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉമ്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് റിമൂവ് ചെയ്തിട്ടില്ല, അത് യൂട്യൂബിൽ ഉണ്ടല്ലോ. എനിക്ക് തന്നെ കണ്ടിട്ടൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അത് ഒരു കള്ളൂടി പരിപാടിയുടെ ഇടയിൽ എന്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് ഇങ്ങനെയല്ല പറഞ്ഞത്, വേറെ എന്തോ രീതിയിലാണ് പറഞ്ഞേ. അപ്പൊ അതിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് ആദ്യം എൻ്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നു, ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുക. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു രസമുണ്ട്. ഓക്കെ ശരി, എന്നാ പിന്നെ അത് ടാഗ് ലൈൻ ആയിട്ട് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതാണ് നിന്റെ ഐഡന്റിറ്റി. അതാണ് ആർജെങ്കിലും നമ്മൾ ലാസ്റ്റ് എല്ലാപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇതിന്റെ ചില സമയത്ത് അറിയാതെ കയറി വരും. അപ്പൊ എന്തായാലും നിന്റെ കാര്യങ്ങളും ചിൽ കുപ്പിച്ചില്ലാവട്ടെ, ഉഷാറാവട്ടെ. കൊക്കോ വൈബ്സ് ഇനി 100 ഒന്നുമല്ല, മില്യനൊക്കെ അടിച്ച് കരിക്കണേന്നല്ല, ലൈക്ക് മലയാളി ഓർക്കുമ്പോൾ കൊക്കോ വൈബ്സ് എന്നും ആ മനസ്സിലുണ്ടാകുന്ന രീതിയിലേക്ക് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ രീതിയിലേക്ക് സ്റ്റോറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉഷാറാവട്ടെ കാര്യങ്ങൾ. ആരായിട്ട് കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഞാൻ ഒരു കോമ്പറ്റീഷൻ നമുക്ക് നമ്മുടെ വഴി നോക്കാം, അത്രേ ഉള്ളൂ. അല്ല പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു കമ്പാരിസൺ ഉണ്ടാവും. ഇത് പറയണ്ടേ, അത് അവരല്ലേ, നമ്മൾ ചെയ്യണല്ലേ. കരിക്കൊക്കെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ഏരിയ ആണല്ലോ. ഉറപ്പായിട്ടും അവര് എല്ലാവർക്കും പാത കാണിച്ചു തന്ന ടീമുകളും കൂടെയാണ്.
ബോളിവുഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്കൊക്കെ അവിടുന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഇവർ ഇവിടെ ചെയ്തു. അതെ 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 അതെ. മലയാളികൾക്ക് ഒരു ഡോർ ഓപ്പണിംഗ്. വേറൊരു കേസ് കൂടെ ഉണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കളഞ്ഞ് സീരീസിലേക്ക് ഇറങ്ങിയാൽ സക്സസ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്ന ഒരാളും കൂടെ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആരെ കണ്ടിട്ടാണെന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടാവില്ല. അതന്നെ, ക്ഷമയും വേണം. എന്തെങ്കിലും സംതിങ് യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടായാൽ നമ്മൾ ഷുവർ ആയിട്ട് ഇറങ്ങും. അതാണ് ഇഷ്ടം എന്താണോ അതിലേക്ക് നോക്കാം. അപ്പം എന്തായാലും സന്തോഷം. നമ്മളിത് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വീണ്ടും ഞാൻ ഈ കൺക്ലൂഡിലേക്ക് എത്തണമെന്ന് തോന്നുന്നത്. അപ്പം എന്തായാലും അടിപൊളിയടാ, ഇത്രയും ദൂരം വന്ന് ഇവിടെ പോഡ്കാസ്റ്റിൽ കയറിയതിന് താങ്ക് യു.